ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാരുതി ഒമ്നിയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കംപ്ലയിൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാൽ കവർ ലീക്കാണ്. വാൽ കവറിൻ്റെ അവിടെ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ഈ കവറിൻ്റെ വാൽ കവറിൻ്റെ പാക്കിങ് മാറണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 4 സീലുണ്ട്, ആ സീലും കൂടി മാറണം. അപ്പോൾ നല്ലപോലെ ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ലീക്ക് മാറാൻ വേണ്ടിയിട്ടാണ്, അതാണ് നമ്മളെ കംപ്ലയിൻറ്റ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അയക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വാൽ കവറിൻ്റെ മുകളിൽ 4 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം പൈപ്പ് അയക്കണം. പിന്നെ ഈ 4 ബോൾട്ട് ഉണ്ട്. ആ 4 ബോൾട്ട് 10ൻ്റെ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാൽ കവർ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഈ വയറിംഗ് കിറ്റ് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒമ്നീൻ്റെ വാൽ കവർ അഴിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതൊക്കെ കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ. 4 ബോൾട്ടും ആ ഒരു ഓസും മാറ്റി വെച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഓസ് മാറ്റി വയ്ക്കണം. അതിന് പ്ലെയർ എടുത്തിട്ട് ആ ക്ലിപ്പ് മാറ്റിയിട്ട് ജസ്റ്റ് ഓസ് ഒന്ന് ചെറിയ ടൈറ്റൻ ആയിരിക്കും, അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓസ് ലൂസാവും. എന്നിട്ട് ആ ഓസ് ഒന്ന് ബാക്കിലേക്ക് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതേപോലെ ഓസ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ആ ബാക്കിലെ വയറിങ്ങിട്ടുണ്ടല്ലോ, ആ വയറിങ്ങിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാൽ കവർ അയക്കുന്ന സമയത്ത് പൊടി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അകത്തേക്ക് പോകും. അല്ലാണ്ടെങ്കിൽ വാൽ കവർ ഇടുന്ന സമയത്ത് ആ വയറിങ്ങിറ്റിലേക്ക് കയറി പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ മാറ്റി വയ്ക്കുക. അടുത്ത് നമുക്ക് ഈ 4 ബോൾട്ട് 10ൻ്റെ ബോൾട്ട് അത് അഴിക്കണം. ആ 4 10ൻ്റെ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാൽ കവർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഓരോ ബോൾട്ടുകൾ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ 4 10ൻ്റെ ബോൾട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ടോപ്പിൽ കാണുന്ന 4 10ൻ്റെ ബോൾട്ട് മാത്രമേ ഉള്ളൂ വാൽ കവറിൽ വെച്ചിട്ടുള്ളൂ. വേറെ ചുറ്റു ബോൾട്ടുകളൊന്നും ഇല്ല. അപ്പോൾ ഏകദേശം ബോൾട്ടുകളെല്ലാം അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലൊരു ബോൾട്ട് നമുക്ക് ആ ടീ വെച്ചിട്ട് അയക്കാൻ പറ്റില്ല, കോമ്പി വെച്ചിട്ട് തന്നെ അഴിക്കണം. അപ്പോൾ എല്ലാ ബോൾട്ടും അയച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് വാൽ കവർ വലിച്ചാൽ ചിലപ്പോൾ പോയില്ല, അത് ചിലപ്പോൾ പിടിച്ചിരിക്കും. അപ്പം ജസ്റ്റ് മറ്റേ നമ്മളെ വുഡൻ ഹാമർ ഉണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒരു മേട്ടം കൊടുക്കുക. 1-2 മേട്ടം കൊടുത്തു കഴിഞ്ഞാൽ വാൽ കവർ ഇളകി വരും കേട്ടോ. ഇതേപോലെ 2 മേട്ടം കൊടുക്കുക. ഇപ്പോൾ ഇളകിയിട്ടുണ്ട്. ഇനി പതിയെ പൊക്കിയെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ പതിയെ പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ വാൽ കവർ അഴിച്ചു. അപ്പോൾ ഇതാണ് വാൽ കവർ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പാക്കിങ് മാറണം. ഇത് ഹാർഡായിട്ടുണ്ട്. ഈ ഹാർഡാകുമ്പോഴാണ് ആ ഭാഗത്ത് കൂടെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത് സാധാ റബ്ബറിൻ്റെ പാക്കിംഗ് അല്ല കേട്ടോ, വേറൊരു ടൈപ്പ് പാക്കിംഗ് ആണ്. ഇതാണ് ഈ പാക്കിംഗ് ആണ്. ഈ പാക്കിങ് നമുക്ക് ഇന്ന് മൊത്തം കുത്തിയെടുക്കണം. അതോടൊപ്പം തന്നെ ഈ സീല് മാറും കേട്ടോ. ഈ 4 സീല് ഇതിൻ്റെ ഒപ്പം മാറും. ഇതൊക്കെ നല്ലപോലെ ചൂടായിട്ട് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ പാക്കിങ് കുത്തിയെടുക്കണം. പിന്നെ ചെയ്യാനുള്ളത് വാൽ കവറിൻ്റെ ഹെഡിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നല്ലപോലെ ക്ലീൻ ആക്കണം. ആ ഭാഗത്ത് നല്ലപോലെ ക്ലീൻ ആക്കണം. ഓയിലിൻ്റെ മയൊന്നും പാടില്ല. പെട്രോൾ ഒഴിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ആക്കും. അപ്പോൾ ഇത്രയും വൃത്തിയായി കിടക്കുന്നുണ്ട് വാൽ കവറിൻ്റെ ഉള്ളിൽ. അത് കറക്റ്റായിട്ട് 5000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യണോണ്ട് ഇത്രയും വൃത്തിയായി കിടക്കുന്നത്. കാർബൺ ഡെപ്പോസിൻ്റെ ഒരു തരി പോലും അതിനകത്തില്ല കേട്ടോ. കറക്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യണോണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പാക്കിങ് ഫുള്ളായിട്ട് കുത്തിയെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിന് ഫുള്ളായിട്ട് ഇതേപോലെ കുത്തിയെടുക്കണം. റബ്ബറിൻ്റെ പാക്കിങ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. കുറച്ച് നേരം ഇരുന്ന് കളിക്കണം. ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇത് എല്ലാം ഇതേപോലെ ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. പാക്കിങ് ഓരോ സൈഡ് നമ്മൾ ചുരണ്ടി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ സീല് എടുക്കണം. ഈ സീലൊക്കെ ഭയങ്കരമായിട്ട് ഹാർഡായതുകൊണ്ട് തന്നെ അത് പുറത്തെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഞാൻ ചിലത് തോണ്ടിയാൽ പോരും, ചിലത് ചിലപ്പോൾ അങ്ങനെ ഉള്ളിൽ നിന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഉള്ളിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചിലത് പോരുള്ളൂ. ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ. അതേപോലെ ആ സീലിൻ്റെ ഒരു ഭാഗം അപ്പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും, അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പോരും കേട്ടോ. നമ്മൾ തട്ടി കൊടുക്കാൻ പോകണേ. ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി.
ആ പാക്കിങ് മാറുന്ന സമയത്ത് ഈ സീലും കൂടി മാറുന്ന ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ ഓയിലേക്ക് വരും കേട്ടോ. ശരിക്കും അത് റബ്ബറാണ്. റബ്ബർ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അത് ഹാർഡാവും. പിന്നെ ആ സീറ്റിങ് കറക്റ്റാവില്ല. അപ്പോൾ നമ്മൾ ആ സീല് എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ പാക്കിങ് ഫുള്ളായിട്ട് ചുരണ്ടിയെടുക്കണം. ആ പാക്കിങ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ചുരണ്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാൽ കവർ കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കുന്നുണ്ടെങ്കിൽ വാൽ കവറിൻ്റെ പുറത്ത് മൊത്തം ഓയിലും ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇളകണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഡീസലാക്കണം കേട്ടോ. ഡീസലൊന്ന് കുതിർത്തണം. ഡീസൽ ഒഴിച്ചിട്ട് തുടച്ചിട്ടൊന്ന് കുതിർത്തണം. എന്നിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. നമ്മൾ ഡീസൽ ഒഴിച്ച് കുതിർത്താൻ പോകും കേട്ടോ. നല്ലപോലെ ഓയിൽ മയം ഉണ്ട്. ഓയിലായി കഴിഞ്ഞാൽ തന്നെ ആ പൊടി കയറി പിടിച്ചിട്ടില്ല, അതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡീസൽ ഒഴിച്ച് നമ്മൾ കുതിർത്തിയിട്ട് നമ്മൾ വാട്ടർ സർവീസിനൊക്കെ എണ്ണ വെച്ചിട്ട് നമ്മൾ അത് ക്ലീനാക്കി എടുക്കും. ഇതേപോലെ ഒരു വേസ്റ്റിൽ ഡീസൽ പെട്രോളോ എന്തെങ്കിലും കാര്യങ്ങൾ ആക്കി ജസ്റ്റ് ഒന്ന് കുതിർത്തണം. എന്നാൽ പെട്ടെന്ന് വെള്ളമടിച്ച് കഴുകുന്ന സമയത്ത് പെട്ടെന്ന് പോരും. അപ്പോൾ ഡീസലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്കിത് വാട്ടർ ഗണ്ണടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അതാ നമ്മളെ വാൽ കവർ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് എന്താ ഈ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്രോൾ ഒരു വേസ്റ്റിലാക്കിയിട്ട് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. ഓയിലിൻ്റെ അംശം പാടില്ല. ഓയിലിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പിടിക്കില്ല. അപ്പോൾ ആ ഭാഗം നല്ലപോലെ ഓയിലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ പെട്രോൾ വെച്ചിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ആ ഭാഗം. ഇതാണ് കേട്ടോ പുതിയ പാക്കിങ്. ഈ ടൈപ്പാണ് ഇതിൽ പാക്കിങ് വരുന്നത്. ഇതാണ് അതിൻ്റെ 4 സീല് വരുന്നത്. സാധാ ഇപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ ഒരു റബ്ബർ ടൈപ്പ് പാക്കിംഗ് ആണ്. പക്ഷേ ഇതിനകത്ത് പഴയ വണ്ടികളിൽ ഇതിനകത്ത് വരുന്നത് റബ്ബർ ടൈപ്പ് അല്ല, ഒരു മരത്തിൻ്റെ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതിലിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ഒട്ടിച്ച് വെക്കണം. നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇരിക്കില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട് ഇതേപോലെ സൂപ്പർ ഗ്ലൂ ഫ്ലെക്സ് ക്യൂക്ക് എന്തെങ്കിലും വെച്ചിട്ട് അത് ഒട്ടിച്ച് കറക്റ്റാക്കി ലെവലാക്കി നിർത്തണം. ഇതേപോലെ എല്ലാ ഭാഗവും അതേപോലെ ഒട്ടിച്ച് നിർത്തണം. എന്നിട്ട് വേണം പേസ്റ്റ് ഇട്ടിട്ട് നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്യാൻ. എല്ലാ ഭാഗവും നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാക്കിങ്ങിന് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. ഫ്ലെക്സ് കുക്കി വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബൾജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ പെട്ടെന്ന് ലീക്ക് വരും. അപ്പോൾ കറക്റ്റായിട്ട് അത് ഒട്ടിച്ചെടുക്കണം. ബൾജ് കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അനാബോണ്ട് തേക്കും. പേസ്റ്റ് തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീക്ക് വരും. അപ്പോൾ ജസ്റ്റ് പേസ്റ്റ് ഒന്ന് തേക്കുന്നുണ്ട്. അത് തേച്ചിട്ട് നേരെ വാൽക്കവറിൻ്റെ മുകളിലേക്ക് വെക്കുക. നേരെ 10ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. അത് നമ്മൾ പേസ്റ്റ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരേപോലെ പേസ്റ്റ് തേക്കണം കേട്ടോ.
എല്ലാ ഭാഗത്തും ഏകദേശം പേസ്റ്റ് തേച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തായിട്ട് ഇനി നേരെ ഇത് വാൽക്കാറിൻ്റെ മുകളിലേക്ക് വെക്കുക കേട്ടോ. നല്ല ഹെഡിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അതേപോലെ പതിയെ ഹെഡിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് 10ൻ്റെ ബോൾട്ട് ഓരോന്ന് ആ ഹോളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ത്രെഡ് മാറി കയറരുത്. കറക്റ്റ് റൗണ്ടായിരിക്കില്ല, കുറച്ച് ഹോൾ കൂടുതലായതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ കറക്റ്റ് ത്രെഡിലേക്ക് തന്നെ വെച്ച് ത്രെഡ് മാറി കയറാതെ നോക്കണം. അപ്പോൾ നമ്മൾ 4 ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ആ സീലുണ്ടല്ലോ, അപ്പോൾ അധികം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഹോളിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ 4 സീലും പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 10ൻ്റെ ബോൾട്ട് ഒരേപോലെ ടൈറ്റ് ചെയ്യണം. 4 ബോൾട്ടും ഒരേപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഒരു ബോൾട്ട് കൂടുതൽ കുറയുക അങ്ങനെ ചെയ്യരുത്. 4 ബോൾട്ട് ഒരേപോലെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒമ്നീൻ്റെ വാൽക്കർ പാക്കിംഗ് ഒക്കെ മാറേണ്ട വിധം. വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഈ 4 ബോൾട്ട് അഴിക്കുക, പാക്കിങ് കാര്യങ്ങളൊക്കെ ചുരണ്ടി കളയുക, ക്ലീൻ ചെയ്യുക, പുതിയ പാക്കിങ് ഒട്ടിക്കുക, തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. പിന്നെ അഴിച്ച ഓസും കാര്യങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ബോൾട്ടുകളും ഒരേപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ഫസ്റ്റ് അയച്ച ഹോസ് തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ് ഫിറ്റ് ചെയ്യുക, ആ വയറിങ് കിറ്റ് ജസ്റ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് വയ്ക്കുക, പിന്നെ ഹോസ് ക്ലിപ്പ് ഇടുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.